പൊന്നമ്മ, അയ്യപ്പൻ എന്നിവർ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആറ്റുകാൽ അമ്പലവും പരിസരവും. എത്ര വർഷമായി പൊങ്കാലിടാൻ തുടങ്ങി? ഞാൻ ആദ്യമായിട്ടാ. ചേച്ചിയൊക്കെ 2-3 വർഷമായിട്ട് വന്നിട്ട് ഇടാറുണ്ട്. അപ്പൊ ഹസ്ബൻഡിന് ഇങ്ങനെ സുഖമില്ലാതായപ്പോ പ്രാർത്ഥിച്ചതായിരുന്നു. നമ്മള് മലപ്പുറം തിരൂര്. ഉണ്ടായിരുന്നു. ഞാൻ 5-8 വർഷം എറണാകുളം. ഇവിടെ ഞങ്ങൾ ഇവിടെ കലം പിടിക്കാം. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നതാ. അതിക്ക് ഉപ്പാട് വേറെ ആൾക്കാർ വന്ന് ഇവിടെ കല്ലൊക്കെ പിടിക്കും 3-4 ദിവസം അപ്പുറം. അപ്പൊ ഞങ്ങൾക്ക് കിട്ടത് പൊങ്കാല കഴിഞ്ഞ് ഇവിടെ തന്നെ ഉണ്ട്. നേർച്ചയുണ്ട്. കുറെ ദിവസമല്ല, ഞങ്ങള് ഇവിടെ നേരത്തെ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ടുവരാറുണ്ട്. ഞങ്ങൾ ഇന്നലെ വന്നു കേട്ടോ. കിടക്കാൻ സൗകര്യമില്ല, ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതെ അതെ. 10-12 വർഷമായിട്ടുണ്ട്. 2 വർഷമായിട്ടുള്ളു. ഞാൻ ഗുരുവായൂർ ഇവരുടെ കൂടെ വന്നാണ് കൊച്ചിക്കാരുടെ ഇടക്കൊച്ചിക്കാരാണ്. അനുഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. വിചാരിച്ചതൊക്കെ നടക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട്. എന്റെ അനുഭവമാണ്, മറ്റുള്ളവരുടെ അല്ല. എന്റെ കൊച്ചിയിൽ നിന്ന് തന്നെ വന്നേക്കണേ. ഞാനിപ്പോ 2 പ്രാവശ്യമായി വന്നത്. നല്ല നല്ല അനുഭവമാണ് കിട്ടുന്നത്. കഴിഞ്ഞ എല്ലാം തളിച്ചിട്ട് അമ്പലത്തിൽ ഒന്ന് കയറി ദേവിയുടെ സിന്ദൂരമൊക്കെ അകത്ത് കയറി വാങ്ങിച്ച് ഞങ്ങള് അലമാരിയിൽ കൊണ്ട് വെക്കും. അതാണ് ഞങ്ങളുടെ ഐശ്വര്യം. കുറെ വർഷമായി. എന്റെ വീട് കല്ലറ. ഇടുപ്പല് മാറ്റി വെച്ച് ഞാൻ ഇങ്ങനെ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ക്യാൻസർ ഒരു 1.5 വർഷമായി. ഇപ്പൊ ഇടുപ്പല് മാറ്റി വെച്ചിട്ട് 4 മാസമായുള്ളൂ. ഇനി മുട്ട് മാറ്റി വയ്ക്കണം. പക്ഷെ പൊങ്കാല ആയതുകൊണ്ട് ഞാൻ ഈ മാസം ചെയ്യണ്ടോ, അടുത്ത മാസം ചെയ്താൽ മതി. അതെ, ക്യാൻസർ വന്നിട്ട് 3ാമത്തെ സ്റ്റേജ് അങ്ങ് അറ്റായിപ്പോയതാ. അമ്മയുടെ ഇതുകൊണ്ട് രക്ഷപ്പെട്ട് വന്നു. കുറെ വർഷമായി. ഇന്ന് 4 ദിവസമായി. ആരുമില്ല, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. മറ്റേല്ലാം ഡ്രൈ സ്കൂട്ടറിൽ വന്നു. ഇവിടെ എല്ലാവരും സഹായിച്ചു തരും. പിന്നെ തൊഴുവാനായിട്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ട്രസ്റ്റുകാർ ചെയ്തു തന്നു. പേര് തൊഴുത്, അമ്മയെ തൊഴുത്, അമ്മയുടെ ശക്തി കൊണ്ടിട്ടാ ഞാനിങ്ങനെ വരണത്. ഇനി പറ്റണ ദിവസം പിന്നെ നിരങ്ങിയായാലും ഞാൻ വരും. വീട്ടിലുണ്ട്, മക്കളൊക്കെ ഉണ്ട്. അവർക്ക് വരാൻ സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്നു. എന്റെ പേര് ഷീബ. ആദ്യമായിട്ട് വന്ന വെളുപ്പിലെത്തി. നല്ല ട്രെയിനിൽ കയറി. എത്ര ആദ്യം വെച്ചിട്ടാണ് പൊങ്കാലയ്ക്ക് കണ്ടിട്ടുള്ളൂ? അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ട് എറണാകുളം. ഞങ്ങള് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ തൊഴുവാൻ വന്നിട്ട് പൊങ്കാല ആദ്യമായിട്ട്. തൊഴുതു. നല്ല തിരക്കുണ്ട്. ഞങ്ങള് 8 മണിക്ക് 8:30 ആയപ്പോ നിന്നിട്ട് 2 മണിയായി.
2 മണിയായി ഇറങ്ങിയപ്പോ തൊഴുതിറങ്ങി. ഇത് 2 മണിക്കാണ് തൊഴാൻ പറ്റിയത്. അത്ര തിരക്കായിരുന്നു. എപ്പോഴും നല്ല തിരക്കുണ്ട്. കാസർഗോഡ് കാസർഗോഡ്. ആ, ബേക്കൽ ഫോർട്ടിനുണ്ട് ബേക്കൽ പോയിട്ട് കാസർഗോഡ് വന്നേക്കാണ്. എന്താ ചേച്ചി ഇപ്പഴാ വന്നത്? എന്നാ ഇന്നലെ. ഇന്നലെ എത്തി. ഇന്നലെ ഇവിടെ അടുപ്പൂട്ടി ഇവിടെ തന്നെ കിടക്കുകയാണ്. അതെ ആദ്യമായിട്ടാണോ പൊങ്കാലെടുത്തത്? അതെ ആദ്യമായിട്ടാണ്. അതെ. ആരെങ്കിലും ഉണ്ടോ കൂടെ ഉണ്ടോ ആരെങ്കിലും പൊങ്കാല? ബന്ധുക്കളുണ്ട്. അവരെ പൊങ്കാല നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇല്ല മുമ്പേ ഇട്ടതാ. ശരി. എന്താണ് അനുഭവം എങ്ങനെയുണ്ട്? നല്ല. ഇന്ന് രാത്രി ഇവിടെ കിടക്കട്ടെ? അതെ അതെ. നിലമ്പൂരിൽ നിന്നാണ്. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കല്ല, ഭർത്താവ് കൂടെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് കയറ്റില്ലല്ലോ. എത്ര വർഷമായി പൊങ്കാല? ഞാൻ കഴിഞ്ഞ 2ാമത്തെ പ്രാവശ്യമാണ്. രണ്ടാമത്തെ പ്രാവശ്യം. കഴിഞ്ഞ വർഷം വന്നിട്ടായിരുന്നു. കാസർഗോഡ് നിന്ന് വരുന്നത്. ഞങ്ങള് സ്ഥിരം താമസം ബേക്കലംകോട്ട അറിയേ? ബേക്കലംകോട്ട തൃക്കണ്ണി ആലമ്പലം ആ പ്രദേശത്താണ് ഞങ്ങൾ ഉള്ളത്. ഞങ്ങൾ വരുന്നത് ഇത്ര 4 വർഷമായി ഇവിടെ വരുന്നത്. ഇത് 4ാമത്തെ വർഷം. ആ ഇവിടെ തന്നെ പൊങ്കാലിടുന്നു. അമ്മ വിചാരിച്ച കാര്യം ഓരോന്ന് സാധിച്ചു തന്നിട്ടുണ്ട്. ഇനിയും അമ്മ വീണ്ടും സാധിച്ചു തരാൻ വേണ്ടി അമ്മന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നു. നമ്മളെ മക്കൾക്കും നമ്മളെ ഒപ്പരം വന്ന വ്യക്തികൾക്കും എല്ലാവർക്കും ഈ അമ്മ എല്ലാവർക്കും അനുഗ്രഹം ചെയ്ത് അനുഗ്രഹം കാട്ടിത്തരും. 27ാമത്തെ വർഷവും. 27ാമത്തെ വർഷം. എവിടുന്നാ വരുന്നത്? കല്ലറ നെന്മങ്ങാടപ്പുറത്ത് അങ്ങ് പറമ്പിലായിരുന്നു, തെങ്ങൻകട്ടയ്ക്കലായിരുന്നു. 7-8 വർഷത്തോളം. അത് കഴിഞ്ഞ് അവിടെ എല്ലാം കറങ്ങി ഇവിടെ ഒരു 3-4 വർഷം കൊണ്ട് ഇവിടെയാണ് ഇരിക്കുന്നത്. എന്റെ മോന് സുഖമില്ലാതായി ആണി അടിച്ച് മുട്ടിൽ കയറ്റി ബ്ലഡ് മൊത്തം മാറ്റി മുട്ട് മുറിക്കണോന്ന് പറഞ്ഞു. പൊന്നമ്മച്ചിയെ തൊഴുത് 2 രാത്രി ഇവിടെ ഒന്ന് കിടത്തേക്കാന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ മുടക്കമില്ലാതെ ഞാൻ വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് 1 വർഷം കൊറോണ ആയിട്ട് വരാൻ പറ്റില്ല. ബാക്കി എല്ലാ വർഷവും തുടർച്ചയായിട്ട് വരെയാണ്. ആ സമയത്ത് എനിക്ക് വരാൻ പറ്റുന്ന സമയങ്ങളുമാണ്. വരും. ഇനിയും വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് വരാൻ പറ്റാത്തപ്പോ എന്റെ 2 മരുമക്കളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മുടങ്ങാതെ വരണം. ഞാൻ ഇവിടെ 7 വർഷമായി. എന്റെ മോക്ക് വയ്യാതായ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പൊങ്കാലിടാൻ പറ്റും. ഇപ്പൊ 7ാമത്തെ വർഷമുണ്ട്. അപ്പൊ മോക്ക് ഇപ്പൊ സുഖമുണ്ട്. കൊച്ചിലെ 2 വയസ്സായപ്പോ ന്യൂമോണിയ വന്നു. അങ്ങനെ ഇവിടെ ആറ്റുമ്മച്ചിനെ നേർന്നാണ് ഇവിടെ വര പൊങ്കാലിട്ടേക്കാം.